വളരെ കാലത്തിനു ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. മുന്നറിയിപ്പ് ക്ലൈമാക്സിലെ ചിരിക്ക് ശേഷം മമ്മൂട്ടിയുടെ ചിരിയിൽ ഭയം നുരഞ്ഞു പൊന്തിയ ദിവസമാണ് ഇന്ന്. ചലച്ചിത്രാസ്വാദകർ കാത്തിരിക്കുന്ന ഭ്രമയുഗത്തിൻ്റെ ടീസർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് റിലീസായപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും ഹോണ്ടിങ് ആയ ആ ചിരിയാണ്. ഭൂതകാലമെന്ന വ്യത്യസ്ത ഹൊററിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഹൈപ്പുണ്ടായ പടമാണ് ഭ്രമയുഗം. ചിത്രത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ ഈ ഹൈപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ടീസർ ഇറങ്ങിയതോടെ ഇത് ഉച്ചസ്ഥായിലെത്തി. സിനിമാ പ്രേമികൾ ഒന്നടങ്കം ടീസറിൻ്റെ ക്വാളിറ്റിയിൽ മതിമറക്കുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻറ്റ് തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലുമുണ്ട്. കാണാം ഈ ലോകം. ഈ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എങ്ങനെ വിജയിക്കുമെന്ന തൻ്റെ സംശയം ഈ ടീസർ കണ്ടപ്പോൾ മാറിയെന്ന് പറയുകയാണ് അശ്വിൻ രാമചന്ദ്രൻ. ആദ്യമായി തിയേറ്ററിൽ കാണാൻ പോകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിരിക്കും ഭ്രമയുഗമെന്ന് അനുശ്രീ ശോഭദാസ് കുറിച്ചു. ഭൂതകാലത്തിലൂടെ സാക്ഷാൽ രാം ഗോപാൽ വർമ്മയെപ്പോലും ഞെട്ടിച്ച രാഹുൽ സദാശിവന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രം ഇന്ത്യാവിൻ മാപെരും നടികർ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് ഷെഫിൻ ജാഫർ പറയുന്നു. രാവുറങ്ങുമ്പോൾ ഇരുട്ടിന്റെ നടവഴിയിൽ കരിനാഗമിഴയുമ്പോൾ ഓർക്കുക, കാലത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ നിഴലുകൾ വീഴുന്നിടത്തിനും കനത്ത ഇരുൾ തുടങ്ങുന്നിടത്തിനും ഇടയിൽ ഒരിടമുണ്ട്. അതാണ് അയാളുടെ യുഗം, ഭ്രമയുഗം എന്നും ഷെഫിൻ പറഞ്ഞു വെക്കുന്നു. മലയാള സിനിമ ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസിനായി കാത്തിരിക്കുന്നു എന്ന് കുറിച്ച നിതിൻ കുമാർ ടീസറിലെ പശ്ചാത്തല സംഗീതത്തെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും ആവർത്തനങ്ങളുടെ പിറകെ പായും. മമ്മൂക്ക ഇപ്പോഴും ഈ പ്രായത്തിലും പുതുമകളെ തേടിപ്പോകും എന്ന് മുഹമ്മദ് സുഹൈൽ പറയുന്നു. മലയാള സിനിമ അദ്ദേഹത്തിന്റെ പിറകെ ഓടി കിതയ്ക്കും. ഭ്രമയുഗം വേൾഡ് എന്താണെന്ന് ഒരു ഹിന്റ് മാത്രമാണ് ഇന്നത്തെ ടീസർ. ബാക്കിയെല്ലാം പിറകെ വരും. ചെകുത്താൻ വേട്ടയ്ക്കിറങ്ങി, കാലം പോലെ കലങ്ങി മറിഞ്ഞ പുഴ വേറെയില്ല, അത് തിരിഞ്ഞു മറിഞ്ഞുമൊഴുകും, സുഹൈൽ കുറിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പകരം കളർ മോഡിൽ തന്നെയായിരുന്നു നല്ലത് എന്ന് തോന്നിയ ടീസർ എന്നാണ് പീറ്റർ ഗ്രിഫിൻ എന്ന പ്രൊഫൈൽ കുറിച്ചത്. പുഴു, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ഇപ്പോൾ ഭ്രമയുഗവും. മമ്മൂട്ടി വ്യത്യസ്തതകൾക്ക് പുറകെയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് സന്തോഷം മാത്രം.